ഞാനും രേണു വന്നാൽ നിങ്ങൾക്ക് ചോദിക്കാം എത്രയോ പ്രാവശ്യം സുധിയേട്ടൻ്റെ കഥ പറഞ്ഞ് ഞങ്ങൾ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അറിയോ ഞാൻ നിന്നെയും കരയിപ്പിച്ചില്ല. ശരിക്കും സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ അവരെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്കിത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മളെല്ലാവരും ഓരോ മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം കരഞ്ഞ് നമ്മളെ ഫാമിലി ദിവസവും കരച്ചില്ല, നമുക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അവിടെ നിൽക്കുകയും വേണം. അതുപോലെ എൻ്റെ അടുത്ത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് സരിക എനിക്ക് പുറത്ത് പോകണം. എൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് സരിക എനിക്ക് പോകണം. അവർ പറഞ്ഞ 2 പോയിന്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് ജെന്യൂനായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് സുധിച്ചേട്ടൻ മരിച്ചു പോയി. അപ്പൊ സുധിച്ചേട്ടനെ റിത്തപ്പൻ മക്കള് കാണുന്ന കിച്ചുവിന് പിന്നെ അറിയാം, റിത്തപ്പൻ കാണുന്നത് TV-യിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ മരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു, TV-ൽ കാണും. എന്നോട് അന്ന് പറഞ്ഞതാ. ഞാൻ ആലോചിച്ചു അവര് ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചു, അവരുടെ ചിന്ത. അപ്പൊ ഇപ്പൊ സരിക എന്നെ ഇവൻ കാണുന്നില്ല, എന്നെ TV കാണുന്നു. അപ്പൊ റിത്തപ്പൻ വിചാരിക്കുമോ ഞാൻ മരിച്ചുപോയി. അയ്യോ, അതെനിക്ക് പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഷോക്കായി. ഞാനും വിചാരിച്ചത് സത്യമാണല്ലോ. അവരൊരു അതെങ്ങനെയാ എനിക്കൊന്ന് സംസാരിക്കണം. അതാണ് അവർ ഓരോ ക്യാമറയിലും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങളിടയ്ക്ക് കളി പറയും, ഇവിടെ സീരിയസ് ആയിട്ട് കഥ പറയുമ്പോൾ മൂപ്പത്തി അത് ക്യാമറ കൊണ്ട് വർത്തണം. പക്ഷെ മൂപ്പത്തി അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നല്ല. കാരണം ആ കുട്ടി കറക്റ്റ് അല്ലേ, ചെറിയ കുട്ടിയല്ലേ. അത് ആരും ചിന്തിക്കാത്തൊരു വേർഷനാണ് അവര്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനത്തെ ഒരു ഇത്.